ആഹാരം ഔഷധം എന്നാണ് ആയുർവേദത്തിൻ്റെ തത്വം. അതുകൊണ്ട് തന്നെ ആഹാരത്തെക്കുറിച്ച് ആയുർവേദത്തിന് വളരെ വ്യക്തമായ ധാരണകളുണ്ട്. ആഹാരം നമ്മൾ നിത്യവും നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഇന്ധനം തന്നെയാണ്. അതുകൊണ്ട് അത് ഏതളവിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ആർക്ക് ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആയുർവേദം വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരിക്കലും വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ആഹാര സാധനങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ദീപ്തി. നമ്മൾ ഒരിക്കൽ കുക്ക് ചെയ്ത ആഹാര സാധനങ്ങൾ വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ കാര്യം, വളരെ സൂക്ഷ്മമായ സട്ടിൽ ലൈഫ് ഫോഴ്സ് എനർജി അല്ലെങ്കിൽ പ്രാണ എന്ന് പറയുന്ന ഒരംശം അതിൽ നിന്ന് മിസ്സാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ല. രണ്ടാമത്, നമ്മൾക്ക് ശരീരത്തിലേക്ക് ആവശ്യമുള്ള പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഇതിൽ നിന്ന് നമുക്ക് മിസ്സാവുന്നു. മൂന്നാമത്, ഇത് നമ്മൾ ഒരു പ്രാവശ്യം കുക്ക് ചെയ്തത് വീണ്ടും ചൂടാക്കുമ്പോൾ ഡൈജസ്റ്റ് ആവാൻ ഹെവി ആവുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ബോഡിയിലേക്ക് ഇത് പലതരത്തിലുള്ള ടോക്സിൻസ് റിലീസ് ചെയ്യും. കൂടുതൽ സമയം നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ചിലവഴിക്കുന്ന, അതായത് ദഹനപചന വ്യവസ്ഥയിൽ ചിലവഴിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ടോക്സിൻസ് ഉണ്ടാക്കും. ഈ രോഗകാരണങ്ങളായി മാറും. അടുത്തൊരു കാരണം, തുടർച്ചയായി നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ വളരെ സ്ലോ ആയി മാറും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗട്ടാണ് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡൈജസ്റ്റീവ് എൻസൈംസും ഡൈജസ്റ്റീവ് പ്രോസസ്സും, അതായത് ദഹന പചന വ്യവസ്ഥകളെല്ലാം തന്നെ പിന്നീട് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുംതോറും അത് അവിടെ നടക്കേണ്ട പല പ്രോസസ്സുകളും പതുക്കെയാക്കാൻ കാരണമാവും. ആയുർവേദം ആഹാരത്തിന് രാജസിക, താമസിക, സാത്വിക ആഹാരങ്ങൾ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കുക്ക് ചെയ്തിട്ട് പിന്നെയും ചൂടാക്കി കഴിക്കുന്നത് താമസിക് ക്വാളിറ്റി ഉള്ള ആഹാരമായി മാറുന്നു. അത് നേരത്തെ പറഞ്ഞ ക്വാളിറ്റികൾ തന്നെയാണ്. അത് ആയുർവേദത്തിൻ്റെ ടേം ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പലതരത്തിലുള്ള ഡിസീസ് കോസിങ് ഫാക്ടേഴ്സായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കുക്ക് ചെയ്തിട്ട് 4 മണിക്കൂറിന് ശേഷം ഡിസീസ് കോസിങ് ഫാക്ടേഴ്സ് രൂപാന്തരപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആഹാരം ആഫ്റ്റർ കുക്കിംഗ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണല്ലോ പൊതുവേ നമ്മളുടെ ഒരു തോന്നൽ. ഇതും തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് എപ്പോഴും ലോ ടെമ്പറേച്ചറിൽ വളരുന്ന പല രോഗാണുക്കളുടെയും ആവാസ സ്ഥാനമാണ്. പഴങ്ങളും വെജിറ്റബിൾസും ഒക്കെ റോ ആയിട്ടും അല്ലെങ്കിൽ നമ്മളുടെ മോര്, തൈര്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കാൻ നല്ലതാണ്. അരി അരച്ച മാവ്, ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നാൽ കുക്ക് ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കുമ്പോൾ അത് പിന്നെയും ലോ ടെമ്പറേച്ചറിൽ വളരുന്ന ബാക്ടീരിയകളുടെ പലതരത്തിലുള്ള ബാക്ടീരിയയോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ബാക്ടീരിയ എന്ന് പേര് പറഞ്ഞതുകൊണ്ടാണ്, പക്ഷേ പലതരത്തിലുള്ള രോഗകാരണങ്ങളായ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനങ്ങൾ അതിൽ നടക്കും. ഒരിക്കലും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ആഹാര സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനം മാംസാഹാരമാണ്. അതിൽ തന്നെ ചിക്കനും ബീഫും. ഈ നോൺ വെജ് പ്രിയമുള്ളവർക്ക് വിഷമാവുമെന്ന് അറിയാം, എങ്കിലും ഇതാണ് അതിൻ്റെ വാസ്തവം. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യകാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നവർ ഇതെല്ലാം ഓർത്തു വെച്ച് നിങ്ങളെ നിത്യജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. രണ്ടാമത്തത് ചീരയാണ്. ചീര ഒരു കാരണവശാലും നമ്മൾ ചൂടാക്കി കഴിക്കരുത്. ബീട്രൂട്ട്, മുട്ട, കൂൺ, അതുപോലെ ചോറ് ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചൂടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾ മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം, ഒരു നേരത്തെയെങ്കിലും ഭക്ഷണം ചോറാണ്. അപ്പോൾ നമ്മൾ ചോറ് ഒരിക്കലും വീണ്ടും ചൂടാക്കി കഴിക്കരുത്. അടുത്തത് ഉരുളക്കിഴങ്ങാണ്. കാപ്പി, പാല്, എണ്ണ, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് നമുക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. Thank you for listening.